കോഴിക്കോട് മുക്കം NIT രാഗം ഫെസ്റ്റിനെതിരെ പരാതി. ആക്ടിവിസ്റ്റ് ദിനു വെയിലാണ് പരാതി നൽകിയത്. രാഗം ഫെസ്റ്റിന്റെ ഭാഗമായി റിസർവേഷൻ എന്ന വിഷയത്തിൽ സംസാരിക്കാൻ വിളിച്ച് അപമാനിച്ചുവെന്നാണ് പരാതി. ട്രാവലിംഗ് അലവൻസ് ചോദിച്ചതിന് പരിപാടി ക്യാൻസൽ ചെയ്തുവെന്നും ദിനു വെയിൽ പറയുന്നു. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷഹദ്, എന്താണ് പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ? അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ്? കോഴിക്കോട് NIT രാഗം ഫെസ്റ്റിനെതിരെയാണ് പരാതി നൽകിയത്. ആക്ടിവിസ്റ്റ് ദിനു വെയിലാണ് പരാതി നൽകിയത്. രാഗം ഫെസ്റ്റിവലിന്റെ ഭാഗമായി റിസർവേഷൻ എന്ന വിഷയത്തിൽ സംസാരിക്കാൻ വിളിച്ച് അപമാനിച്ചു എന്നാണ് പരാതി. ട്രാവലിംഗ് അലവൻസ് ചോദിച്ചതിന് പരിപാടി ക്യാൻസൽ ചെയ്തുവെന്നും ദിനു വെയിൽ പറയുന്നു. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷഹദ്, എന്താണ് ദിനു വെയിലിന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ? ഈ NIT അധികൃതർ പറയുന്ന മറുവാദം എന്താണ്? അല്പസമയം മുൻപാണ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ദിനു വെയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SC/ST കമ്മീഷനും അതുപോലെ തന്നെ യൂത്ത് കമ്മീഷനും പരാതി നൽകിയിട്ടുള്ളത്. അതായത് അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന NIT രാഗം ഫെസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള റിസർവേഷൻ എന്ന വിഷയത്തിൽ സംസാരിക്കാനായിട്ടാണ് ദിനു വെയിലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ദിനു വെയിൽ അതിനായിട്ട് കോഴിക്കോട് എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇന്ന് വൈകിട്ട് ഉച്ചയ്ക്കിടയിലാണ് ഇത്തരത്തിൽ ഈ വിളിച്ച കമ്മിറ്റിയിലെ ഒരാൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത്. അതായത് പരിപാടി ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ്. അതിന് പ്രധാന കാരണമായിട്ട് ദിനുവെയിൽ ഇപ്പോൾ പരാതിയിൽ ഉന്നയിക്കുന്നത് കാരണം ട്രാവലിംഗ് അലവൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രാവലിംഗ് അലവൻസ് ചോദിച്ചതിനാണ് ഇത്തരത്തിൽ പരിപാടി ക്യാൻസൽ ചെയ്തു എന്ന തരത്തിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ NIT അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ NIT അധികൃതർ പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് ഇത് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. എന്തായാലും ദിനുവെയിലിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷനിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നമാകാം ഇത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ദിനുവെയില് നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു വിഷയമായതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് സുഖമില്ലാഞ്ഞിട്ട് പോലും താൻ ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ളത്. ട്രാവലിംഗ് അലവൻസ് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആദ്യഘട്ടത്തിൽ ഈ പിക്കപ്പ് വാഹനം മാത്രമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഇത്തരത്തിൽ ഈ ട്രെയിനിനും മറ്റും ടിക്കറ്റ് ഒന്നും ലഭിക്കാതായപ്പോൾ എക്സ്ട്രാ എഫേർട്ട് എടുത്തുകൊണ്ട് ഈ പരിപാടിക്ക് വരികയായിരുന്നു. അതുകൊണ്ട് അതിന്റെ ട്രാവലിംഗ് അലവൻസ് തരണം, അതായത് തുച്ഛമായിട്ടുള്ള 2000 ഉൾപ്പെടുന്ന തുച്ഛമായിട്ടുള്ള തുക നൽകണം എന്ന് ആവശ്യപ്പെടുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പരിപാടി ക്യാൻസൽ ചെയ്തു എന്ന ഒരു അറിയിപ്പ് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ദിനുവെയിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ NIT അധികൃതർ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ദിനു വെയിലിന്റെ പരാതിയിലാണ്, അതായത് കോഴിക്കോട് NIT രാഗം ഫെസ്റ്റിനെതിരെയാണ് ദിനു വെയിൽ പരാതി നൽകിയത്. പരിപാടിക്ക് വിളിച്ചു വരുത്തി അപമാനിച്ചു, ട്രാവൽ അലവൻസ് ചോദിച്ചപ്പോൾ അപമാനിച്ചു, പരിപാടി ക്യാൻസൽ ചെയ്തു എന്നാണ് മറുപടി ഈ കോളേജ് അധികൃതരുടെ ഭാഗത്ത് NIT അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും അവർക്കതിൽ വ്യക്തതയില്ല, അവരത് അന്വേഷിക്കുകയാണ് പരാതി എന്താണെന്നുള്ള കാര്യം. ദിനു വെയിലിനെ അവർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നും ഷഹദ് റഹ്മാൻ പറയുന്നുണ്ട്.